ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാന്റെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ മണിക്കൂറിലടക്കം വന്ന ലാലേട്ടൻ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോളിവുഡിൽ നിന്ന് ആദ്യമായിട്ട് റിലീസിനൊരുങ്ങുന്ന ഒരു ഐമാക്സ് സിനിമ കൂടിയ എമ്പുരാൻ മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുമ്പോൾ ബുക്ക് മൈ ഷോയിൽ സിനിമ ദിനം പ്രതി കത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്പസമയം മുന്നേ സിനിമ 2 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോയിലൂടെ നേടിയെടുത്തിരിക്കുകയാണ്. മോളിവുഡിൽ നിന്നും മരക്കാർ, ആടുജീവിതം എന്നീ സിനിമകൾക്ക് ശേഷം മൂന്നാമതായിട്ട് 2 ലക്ഷം ഇൻട്രസ്റ്റ് കിടക്കുന്ന മലയാളം സിനിമ കൂടിയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ 2,50,000 3 ലക്ഷം റേഞ്ചിൽ സിനിമ എത്തപ്പെടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതിനിടയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും എമ്പുരാൻ എന്ന സിനിമയിൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള റൂമേഴ്സ് പ്രചരിക്കാനായിട്ട് ഇടയായിരിക്കുകയാണ് ചില കാരണങ്ങൾ. എമ്പുരാന് സംഗീതം നൽകുന്ന ദീപക് ദേവിനോട് മമ്മൂട്ടി സിനിമയിലുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇതിനോടകം തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു സ്മൈൽ ഇമോജിയാണ്. അതോടെ എമ്പുരാനിൽ മമ്മൂട്ടി ഭാഗമാണ് എന്ന തരത്തിലുള്ള റൂമേഴ്സ് വീണ്ടും പ്രചരിക്കാൻ ഇടയായിട്ടുണ്ട്. നേരത്തൊരു ഘട്ടത്തിൽ വോയിസ് ഓവർ ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നീട് പൃഥ്വിരാജ് എല്ലാം തന്നെ മമ്മൂട്ടി സിനിമയിലുണ്ട് എന്ന തരത്തിലുള്ള റൂമേഴ്സ് നിരസിക്കുന്നൊരു കാഴ്ച കണ്ടു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സർപ്രൈസ് റോളായിട്ട് സിനിമയിൽ ഉണ്ടായിരിക്കും. വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ വെച്ച് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ എമ്പുരാന് വേണ്ടി ചിത്രീകരിച്ചു തുടങ്ങിയ റൂമേഴ്സ് പ്രചരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ദീപക് ദേവ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലൂസിഫറിൽ എമ്പുരാനെ ഗാനം ആലപിച്ചിരിക്കുന്നത് ഉഷ ഉതുപ്പാണല്ലോ. ആ ഗാനം ആലപിച്ച ദീദി ഇപ്പോഴത്തെ എമ്പുരാനിലും ഒരു ഗാനം ആലപിക്കുന്നുണ്ട് എന്നാണ് ദീപക് ദേവ് അറിയിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം ആ ഗാനം കേൾക്കുവാനായിട്ട്. ഇതിനിടയിൽ UK-യിൽ നിന്നുള്ള അടുത്തൊരു വമ്പൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ UK-ൽ വൻ ബുക്കിംഗ് നടക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ സ്ക്രീൻ കൗണ്ട് അതോടൊപ്പം തന്നെ ഷോ കൗണ്ട് എല്ലാം തന്നെ കൂട്ടിയിരിക്കുന്നു. RFT ഫിലിംസ് എന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ്. 25-ലധികം സ്ക്രീനുകളാണ് എമ്പുരാന് വേണ്ടി കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറുകളിലും എമ്പുരാന്റെ വമ്പൻ കിടിലൻ തരംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ അടുത്ത ആവേശകരമായ ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ വാർത്തകൾക്ക്.